അവിടെ കണ്ട ചോരത്തുള്ളികളും കാൽപ്പാടുകളെയും പിന്തുടർന്ന് മുന്നിലേക്ക് 3 പേരടങ്ങുന്ന സംഘം നടക്കുകയാണ്. മൃഗത്തിന്റെ കാലടയാളത്തെ പിന്തുടർന്നുകൊണ്ടാണ് നടക്കുന്നത്. മണിക്കൂറുകൾക്ക് മുന്നേ അവിടെ നടന്ന ഒരു നരവേട്ടയുടെ അടയാളമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവിടുത്തെ ഇലകളിലും പുല്ലുകളിലും പറ്റിയിരിക്കുന്ന രക്തക്കറകൾ അവർ വിശകലനം ചെയ്തു. കാലുകളുടെ അടയാളങ്ങൾ പരിശോധിച്ചു. മുന്നിലേക്ക് പതിയെ ആ സംഘം നീങ്ങി. ലഫ്റ്റനന്റ് ഡേവിസ് ആണ് ആ സംഘത്തെ മുന്നിലേക്ക് നയിക്കുന്നത്. അദ്ദേഹം തൻ്റെ വലത്തെ കൈകൊണ്ട് തൻ്റെ അരയിൽ സൂക്ഷിച്ചിരിക്കുന്ന റിവോൾവറിൽ പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ തോളിൽ ഒരു റൈഫിലും തൂക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ ആ 3 സംഘം മുന്നിലേക്ക് പതിയെ നടന്നു നീങ്ങി. ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളും കുറ്റിക്കാടുകളും അടിക്കാടുകളും നിറഞ്ഞ വലിയൊരു വനത്തിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. അങ്ങനെ അവർ വന്നെത്തി ഒരു വലിയ മരത്തിൻ്റെ കീഴിൽ. അല്പസമയം അവർ ആ മരത്തിൻ്റെ കീഴിലിരുന്ന് വിശ്രമിച്ചു. കാരണം ഏറെ സമയം കൊണ്ട് അവർ വനത്തിലൂടെ അലഞ്ഞു നടക്കുകയാണ്, ഈ കാലടയാളങ്ങളെയും രക്തപ്പാടുകളെയും പിന്തുടർന്നുകൊണ്ട്. കുറച്ചു ദൂരം എത്തിയപ്പോഴേക്കും ആ കാലടയാളവും രക്തപ്പാടുകളും അപ്രത്യക്ഷമായിരുന്നു. അവിടെയെല്ലാം എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി അവർ തിരഞ്ഞു. അങ്ങകരെ ഒരു വലിയ മരവും അവർ കണ്ടു. അതിൻ്റെ ചുവട്ടിലേക്ക് പോകാമെന്നും അല്പസമയം വിശ്രമിക്കാമെന്നും ഡേവിസിനോട് കൂടെ വന്നവർ പറഞ്ഞു. ഡേവിസും അത് അംഗീകരിച്ചു. അങ്ങനെ ആ വലിയ മരം ലക്ഷ്യമാക്കി അവർ പതിയെ നടന്നു. ആ മരവും അവരും തമ്മിലുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വന്നു. മരത്തിൻ്റെ വലിപ്പം കൂടിയും മരത്തിൻ്റെ ചുവട്ടിലായി ചുവന്ന നിറത്തിൽ എന്തോ തളം കെട്ടി കിടക്കുന്നത് അവർ കണ്ടു. മുകളിൽ നിന്നും എന്തോ ഒന്ന് താഴേക്ക് ഇറ്റിറ്റ് വീഴുന്നുമുണ്ട്. എന്താണെന്ന് അറിയുവാൻ വേണ്ടി അവർ മുകളിലേക്ക് നോക്കി. ഇലച്ചാർത്തുകൾ കൊണ്ട് അതിൻ്റെ ശിഖരം മുഴുവൻ മറയ്ക്കപ്പെട്ടിരുന്നു. അവർ വളരെ വേഗം ആ മരത്തിൻ്റെ കീഴിലേക്ക് വരികയും മുകളിലേക്ക് നോക്കുകയും ചെയ്തു. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ അവർ ആ കാഴ്ചയും കണ്ടു. മരത്തിൻ്റെ ശിഖരത്തിൽ നിന്നും 2 കാലുകൾ നിലത്തേക്ക് തൂങ്ങിക്കിടക്കുന്നു. അതിൽ നിന്നാണ് രക്തം നിലത്തേക്ക് ഇറ്റിറ്റ് വീഴുന്നത്. മരത്തിൻ്റെ ചുറ്റുപാടും അവർ പരിശോധിച്ചു. ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും മൃഗത്തിൻ്റെ കാലടയാളങ്ങളും കണ്ടെത്തി. മരത്തിൻ്റെ മുകളിൽ കൊണ്ട് ഇരയെ വെക്കണമെങ്കിൽ അതൊരിക്കലും ഒരു കടുവയായിരിക്കുകയില്ല. കടുവയ്ക്ക് ഒരിക്കലും ഇത്രയും വലിയ മരത്തിലേക്ക് തൻ്റെ ഇരയെ കടിച്ചു പിടിച്ചുകൊണ്ട് കയറുവാൻ സാധിക്കുകയില്ല. ഇതുറപ്പായും ഒരു പുലിയുടെ പണിയാണ്. ഡേവിസ് തൻ്റെ കൂടെ വന്നവർക്ക് ഉത്തരവ് നൽകി. അവർ പതിയെ മരത്തിൻ്റെ മുകളിലേക്ക് കയറുകയും തൻ്റെ സുഹൃത്തിൻ്റെ ശരീരം മരത്തിൽ നിന്നും താഴേക്ക് ഇറക്കുകയും ചെയ്തു. കഴുത്തിൽ കടിച്ചു മുറിച്ച പാട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ശരീരത്തിലെ മാംസഭാഗങ്ങളൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല. പുലി തൻ്റെ ഇരയെ കടിച്ചു വലിച്ചുകൊണ്ട് സുരക്ഷിതമായി വയ്ക്കുക മാത്രമാണ് ചെയ്തത്. ഇനിയും എപ്പോഴെങ്കിലും ഇവിടേക്ക് മടങ്ങി വരികയും അതിനെ ഭക്ഷിക്കുകയും ചെയ്യും. ഡേവിസിൻ്റെ കയ്യിൽ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഡേവിസ് അവിടെ വെച്ച് തൻ്റെ കൂടെ വന്നവരോട് പറഞ്ഞു, ഇവൻ്റെ മരണത്തിന് കാരണമായ ആ പുലിയെ നമ്മൾ കൊല്ലുക തന്നെ ചെയ്യും. എന്നാൽ ഇപ്പം നമ്മുടെ കൈവശം സമയമില്ല. എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്നും വഴിയിൽ കാത്തു നിൽക്കുന്ന കാളവണ്ടിയുടെ ഭാഗത്തേക്ക് പോകണം. ഏത് നിമിഷവും അവർ ഇവിടേക്ക് എത്തിയേക്കാം. ആ കാളവണ്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങൾ അവർ കൊള്ളയടിച്ചേക്കാം. അതിന് കാവൽ നിൽക്കുന്നവരെയും അവർ ഒരുപക്ഷെ കൊന്നേക്കാം. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ലഫ്റ്റനന്റ് ഡേവിസിൻ്റെ കഥയാണ്. കടുവകളും പുലികളും ആനകളും നിറഞ്ഞ വനത്തിലേക്ക് ഒരു പോച്ചർ സംഘത്തെ വേട്ടയാടുവാൻ പോകുന്ന കഥ. അവിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അതിഭയാനകമായ കാര്യങ്ങളാണ്. ഇനിയും കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. ആയിരത്തി 1876 നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥ നടന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ എന്ന ഗ്രാമത്തിലാണ് ഇത് നടന്നത്. അന്ന് ഈ ഗ്രാമത്തിൻ്റെ പേര് ചന്ദ്രപൂർ എന്നായിരുന്നില്ല, ചാന്ദ് എന്നായിരുന്നു. കാരണം ഈ കാലഘട്ടങ്ങളിൽ ഇവിടം ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അവരാണ് ആ പേര് നൽകിയത്. ബ്രിട്ടീഷുകാർ ഇവിടങ്ങളിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആ ഗ്രാമത്തിൻ്റെ പേര് ചന്ദ്രപൂർ എന്ന് തന്നെയായിരുന്നു. ഈ പ്രദേശത്തെപ്പറ്റി പറയുവാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. മറാത്തി രാജവംശത്തിൻ്റെ കയ്യിലായിരുന്നു ആദ്യകാലങ്ങളിൽ ചന്ദ്രപൂർ ഉണ്ടായിരുന്നത്. പിന്നീട് ഭോസ്ലെ വംശം അത് പിടിച്ചെടുക്കുകയും ഭോസ്ലെ സാമ്രാജ്യം അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നെ വർഷങ്ങളോളം ഭോസ്ലെ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു ഈ പ്രദേശം മുഴുവൻ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടെ മുഴുവൻ പിടിച്ചടക്കുന്നത് വരെയും ഭോസ്ലെ രാജവംശത്തിൻ്റെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാർ ഈ പ്രദേശം ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും പിന്നീട് ചന്ദ്രപൂരിനെ അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് പറയുവാൻ എളുപ്പത്തിന് ചാന്ദ് എന്നാക്കുകയുമായിരുന്നു ചെയ്തത്.
വലിയൊരു വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ചാന്ദ്രാപുര. അക്കാലത്ത് വിരലിലെണ്ണാൻ കഴിയുന്ന കുടുംബങ്ങൾ മാത്രമായിരുന്നു ആ ഗ്രാമത്തിൽ താമസിച്ചിരുന്നത്. കന്നുകാലി വളർത്തലും മറ്റ് കൃഷികളുമെല്ലാമായിരുന്നു അവിടുത്തെ ഗ്രാമീണരുടെ പ്രധാന ഉപജീവന മാർഗം. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ആ ഗ്രാമത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുന്നു. അങ്ങനെയുള്ള ഗ്രാമത്തിൽ നിന്നും ഒരിടയൻ വനത്തിലൂടെയും മറ്റും ഏകദേശം 8-9 മൈലുകളോളം സഞ്ചരിച്ചുകൊണ്ട് ഒരു ക്യാമ്പിലേക്ക് എത്തിച്ചേരുകയാണ്. അന്ന് ആ ക്യാമ്പിന്റെ ചുമതല ഉണ്ടായിരുന്നത് കേണൽ ഹാരി റിങ്ടൺ ആയിരുന്നു. ഹാരി റിങ്ടണിനെ കാണണമെന്ന് ആ ഇടയൻ പറയുകയും പിടിവാശി പിടിക്കുകയും അങ്ങനെ ഹാരി റിങ്ടണിന്റെ അടുത്തേക്ക് ആ ഇടയനെ കൊണ്ടുപോകുകയുമായിരുന്നു ചെയ്തത്. ഹാരി റിങ്ടൺ ജനിച്ചതും വളർന്നതുമെല്ലാം ഇന്ത്യയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശികളുടെ ഭാഷ കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹത്തിന് നല്ല സാമർഥ്യമാണുള്ളത്. നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് എത്തിയത്? നിങ്ങൾ എന്തിനാണ് എന്നെ കാണണമെന്ന് ഇത്രയും പിടിവാശി പിടിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയുവാൻ? ഹാരി റിങ്ടൺ തൻ്റെ ക്യാമ്പിലെ ഓഫീസ് മുറിയിലേക്ക് ആ ഇടയനെ കൊണ്ടുപോയി അദ്ദേഹം വന്നതിൻ്റെ ഉദ്ദേശവും മറ്റും ചോദിച്ചു മനസ്സിലാക്കി. ആ ഇടയൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, സാഹിബ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയുവാനുണ്ട്. എനിക്കിത് പറയുവാൻ ഭയമാണ്. ഇതിവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയില്ല. ഒരു പക്ഷേ അവർ എന്നെ കൊന്നുകളയുമായിരിക്കും. എന്നെ നിങ്ങൾ സംരക്ഷിക്കണം. അതുപോലെ എൻ്റെ ഗ്രാമത്തെയും വനത്തെയും. എൻ്റെ ഗ്രാമത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറ്റകരമായ കൃത്യങ്ങളാണ്. പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അവിടെ അരങ്ങേറുന്നുണ്ട് സാഹിബ്. നിങ്ങൾ എത്രയും വേഗം അവിടേക്ക് വരണം. അവർക്കെതിരെ സാക്ഷി പറയുന്നവരെ എല്ലാം അവർ കൊന്നുകളയുകയാണ്. കൊല്ലുക മാത്രമല്ല, തൻ്റെ ബന്ധുക്കൾക്ക് ശരീരം പോലും കിട്ടാത്ത രീതിയിൽ അവർ അത് മറവ് ചെയ്യുന്നുണ്ട്. അതും വനത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വന്യമൃഗങ്ങൾക്ക് ശരീരം ഭക്ഷിക്കുവാൻ ഇട്ടുകൊടുക്കുകയാണ്. ഞാൻ കണ്ടതാണ് സാർ. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് അവിടെ അന്ന് നടന്നത്. അവിടെയെല്ലാം തലവൻ്റെ പേര് ജമുന എന്നാണ്. അവനാ ചെയ്ത പ്രവൃത്തി ഞാൻ വ്യക്തമായി തന്നെ കണ്ടതാണ്. അത് വലിയൊരു പോച്ചർ സംഘമാണ്. നിരവധി മൃഗങ്ങളെ അവർ വനത്തിൽ വേട്ടയാടി കൊല്ലാറുണ്ട്. പിന്നെ മറ്റ് പ്രവർത്തനങ്ങളും അവർ ഗ്രാമത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞ ഒരു ഗ്രാമീണനെ അവർ ഗ്രാമത്തിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി. ഞാൻ വനത്തിൽ ആടുകളെ മേയ്ക്കുവാൻ പോയ സമയമാണ് സാഹിബ് ആ കാഴ്ച കണ്ടത്. എൻ്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാണ്. ജമുന എന്ന തലവൻ ആ വനത്തിൽ കാട്ടിക്കൂട്ടിയ കാഴ്ചകൾ. ഒരു പാവം ഗ്രാമീണനെ, എൻ്റെ സുഹൃത്തിനെ, അവൻ വനത്തിലെ വലിയൊരു മരത്തിൽ കെട്ടിയിട്ടു. അതിക്രൂരമായി അടിച്ചു, തൊഴിച്ചു. ഇനിയും നീ പുറത്തു പറയുമോ എന്ന് ചോദിച്ച് അവൻ്റെ മുഖത്ത് നിരവധി തവണ തോക്കിൻ്റെ പാത്തി കൊണ്ടടിച്ചു. അവൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. അവിടേക്ക് അവൻ്റെ ഒരു സഹായി ഒരു പ്രത്യേകതരം ആയുധം കൊണ്ടുവന്നു. അവൻ അവിടെ പറഞ്ഞത് ഞാൻ വ്യക്തമായി തന്നെ കേട്ടതാണ് സാഹിബ്. ആനക്കൊമ്പിൽ നിർമ്മിച്ച ഒരുതരം കത്തിയായിരുന്നു അത്. അത് പണിയിപ്പിച്ചുകൊണ്ട് വരികയാണെന്നും നിനക്ക് ഭാഗ്യമുണ്ടെന്നും നിന്റെ ചോര കൊണ്ട് വേണം ആദ്യം ഇതിനെ കുളിപ്പിക്കാനെന്നുമെല്ലാം അവിടെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടതാണ്. അവൻ്റെ ഇടത് കൈകൊണ്ട് ആ കത്തി എടുക്കുന്നതും അത് വലത് കൈയിലേക്ക് മാറ്റുന്നതും പിന്നീട് ആ ഗ്രാമീണൻ്റെ, എൻ്റെ സുഹൃത്തിൻ്റെ നെഞ്ചിലേക്ക് അവൻ കുത്തിയിറക്കുന്നതും. ഉച്ചത്തിൽ നിലവിളിക്കണമെന്നും അവനെ രക്ഷിക്കണമെന്നുമെല്ലാം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത്രയും വലിയ സംഘത്തിൽ നിന്നും അവനെ എങ്ങനെ രക്ഷിക്കാനാണ് സാഹിബ്? എനിക്കറിയില്ല. അവർ കൂടുതൽ സമയം കാട്ടിലാണ് തമ്പു ചെയ്യുന്നത്. അവർക്ക് തക്കതായ ശിക്ഷ നിങ്ങൾ വാങ്ങിച്ച് നൽകണം. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം സാഹിബ്. ആ ഗ്രാമീണന്റെ കണ്ണുകൾ നിറഞ്ഞു. റിങ്ടൺ തൻ്റെ കസാരയിൽ നിന്നും എഴുന്നേൽക്കുകയും അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ഇന്നത്തെ ദിവസം ഈ ക്യാമ്പിൽ തന്നെ തങ്ങിക്കോളൂ എന്ന് റിങ്ടൺ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അന്ന് അവിടെ ചുമതല ഉണ്ടായിരുന്ന ലഫ്റ്റനന്റ് ഡേവിസിനെ വിളിച്ചു വരുത്തി. അദ്ദേഹം ഇവിടേക്ക് വന്നിട്ട് ഏകദേശം 2-3 മാസമേ ആകുന്നുണ്ടായിരുന്നുള്ളൂ. ലഫ്റ്റനന്റ് ഡേവിഡിന് പകരം ഇവിടേക്ക് വന്നതാണ്. ലഫ്റ്റനന്റ് ഡേവിഡ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. അവനിപ്പോൾ ഗുജറാത്തിലേക്ക് പോയിരിക്കുന്നു. ഡേവിസാണ് ഇപ്പം പകരം ചുമതലയുള്ളത്. ഞാൻ എൻ്റെ ടേബിളിലേക്ക് ഡേവിസിനെ വിളിച്ചു വരുത്തി. ഡേവിസിനോടും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. വലിയ വിദ്യാഭ്യാസമോ വിവരമോ ഉള്ള ആളുകളൊന്നുമല്ല ആ ഗ്രാമത്തിലുള്ളത്. ഇവിടെ നിന്നും 2 പേരെ കൂട്ടി നീ അവിടേക്ക് പോകണം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിക്കണം. ഒരു ചെറിയ റെയ്ഡ് നടത്തണം. ജമുന എന്ന് പറയുന്ന അവരുടെ തലവനെ നീ ഇവിടേക്ക് പിടിച്ചുകൊണ്ടുവരണം. ഇതാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന ദൗത്യം. നമ്മുടെ ഈ ക്യാമ്പ് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കൃത്യമായി പറഞ്ഞാൽ 9 മൈലുകൾക്കപ്പുറമാണ് ആ ഗ്രാമമുള്ളത്. ചാന്ദ് എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. സൂക്ഷിക്കണം. ഞാൻ നിന്നെ വിശ്വസിക്കുകയാണ്. കേണൽ അയാളെ ചുമതലകളെല്ലാം ഏൽപ്പിച്ചു. ഡേവിസ് പതിയെ കേണലിൻ്റെ ഓഫീസ് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. വാതിലുകൾ
പതിയെ അടഞ്ഞു. ഡേവിസ് തൻ്റെ മുറിയിലേക്ക് പോവുകയും തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന രണ്ടുപേരെ കൂടെ കൂട്ടുകയും ചെയ്തു. അപ്പോഴേക്കും സമയം ഏകദേശം 11-12 മണി ആയി കഴിഞ്ഞിരുന്നു. അവർ സാധന സാമഗ്രികളെല്ലാം എടുത്തുകൊണ്ട് പുറത്തെത്തിയപ്പോഴേക്കും 12:30 കഴിഞ്ഞിരുന്നു. അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു കാളവണ്ടിയിൽ കയറുകയും ആ കാളവണ്ടി തളിച്ചുകൊണ്ട് ആ ഗ്രാമത്തിലേക്ക് പോകുകയും ചെയ്തു. കുറെ ദൂരം അവർ സഞ്ചരിച്ചതിന് ശേഷം ആ വലിയ വനത്തിന്റെ കവാടത്തിന് മുന്നിൽ അവർ എത്തിച്ചു. ഇനിയും സഞ്ചരിക്കേണ്ടിയിരിക്കുന്നത് നിരപ്പല്ലാത്ത പാറകൾ മുഴച്ചിരിക്കുന്ന ഈ കാളവണ്ടി പാത വഴിയാണ്. ഇരുവശങ്ങളിലുമായി മരങ്ങൾ തിങ്ങി നിൽക്കുന്നു. പല മരശാഖകളും വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. പോകുന്ന വഴിയിൽ പല നീരുറവകളെയും പല കാട്ടരുവികളെയും മുറിച്ചു കടക്കേണ്ടതുണ്ട്. ഒട്ടും സുഖകരമല്ലാത്ത 3 മൈലോളം നീണ്ടു നിൽക്കുന്ന അതികഠിനമായ ഒരു യാത്രയാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് ഡേവിസ് അവരോട് പറഞ്ഞു. കാരണം അവിടേക്ക് വന്ന ആ ഇടയൻ ഈ വഴിയെപ്പറ്റി കൃത്യമായി തന്നെ ബോധം ഡേവിസിന് നൽകി കഴിഞ്ഞിരുന്നു മുന്നേ തന്നെ. നിരവധി പാറക്കല്ലുകൾ മുഴച്ച് നിൽക്കുകയുണ്ട്. സൂക്ഷിച്ചു വേണം അതുവഴി കാളവണ്ടി കൊണ്ടുപോകുവാൻ. കണ്ണോ ശ്രദ്ധയോ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മുഴച്ചു നിൽക്കുന്ന പാറക്കല്ലുകളിൽ തട്ടി കാളയുടെ ചക്രങ്ങൾ ഒടിയുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാളവണ്ടിയിൽ സഞ്ചരിച്ചു പോകുമ്പോൾ ഇടയിൽ വരുന്ന ധാരാളം ജലപാതകൾ തരണം ചെയ്യേണ്ടതുണ്ട്. അതും സൂക്ഷിച്ചു വേണം മുറിച്ചു കടക്കുവാൻ. കാളയുടെ ചക്രങ്ങൾ ഒരിക്കലും ആ ചെളിയിൽ താഴ്ന്നു പോകരുത്. ഒരിക്കൽ ചക്രങ്ങൾ താഴ്ന്നു പോയാൽ നിങ്ങൾ അവിടെ പെട്ടുപോകും. ഇതെല്ലാം വ്യക്തമായി തന്നെ ഡേവിസ് കാളവണ്ടി നയിക്കുന്ന ആളോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ ഇടതൂർന്നു നിൽക്കുന്ന വനത്തിലൂടെ അവർ കാളവണ്ടി പതിയെ ചലിപ്പിച്ചു. ജൂലൈ അല്ലെങ്കിൽ ആഗസ്റ്റ് മാസത്തിൽ എപ്പോഴോ ആണ് അവർ അതുവഴി സഞ്ചരിക്കുന്നത്. ചെറിയ ചാറ്റമഴ ചാറുന്നുണ്ട്. അതിനെയൊന്നും അവർ കാര്യമാക്കുന്നില്ല. അങ്ങനെ കാളവണ്ടി നയിച്ചുകൊണ്ട് മുന്നിലേക്ക് നീങ്ങി. പതിയെ പതിയെ ആടിയും കുലുങ്ങിയും ആ നിരപ്പല്ലാത്ത റോഡിലൂടെ കാളവണ്ടി പതിയെ നീങ്ങി. കാടിൻ്റെതായ അന്തരീക്ഷം അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. അവിടേക്ക് പതിയെ വീശിയടിക്കുന്ന കാറ്റ് ഇലകളെ ചലിപ്പിച്ചു. അവരെ തട്ടിത്തലോടി കടന്നുപോയി. 5:30 ആയപ്പോഴേക്കും ഗ്രാമത്തിൽ നിന്നും ഏകദേശം 200 അടി അകലെ അവർ എത്തിച്ചേർന്നു. ആ വഴിയിൽ നിന്നുകൊണ്ട് ദൂരെയുള്ള ഗ്രാമം അവർക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. 10-12 വീടുകൾ മാത്രമായിരുന്നു ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ ഏത് വീടാണ് നമ്മൾ അന്വേഷിക്കുന്ന കുറ്റവാളിയായ ജമുനയുടെ എന്ന് അയാൾക്കറിയില്ല. അത് ചോദിച്ച് മനസ്സിലാക്കുവാനും മറന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലേക്ക് കയറുകയും അവിടുത്തെ ആളുകളെ ചോദ്യം ചെയ്യുകയും ജമുനയുടെ വീട് കൃത്യമായി കണ്ടുപിടിക്കുകയും അത് റെയ്ഡ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ ഒന്നുമില്ലാതെ ഈ സമയം അവിടേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ കുറ്റവാളികൾക്ക് ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധിച്ചേക്കും. ഡേവിസ് തൻ്റെ സുഹൃത്തിനോട് കാളവണ്ടി നിർത്തുവാനും വശത്തേക്ക് ഒതുക്കുവാനും പറഞ്ഞു. ഒരുപാട് സമയം കാളവണ്ടി ഈ പ്രദേശത്ത് നിർത്തുവാൻ സാധിക്കുകയില്ല. ഗ്രാമത്തിലെ ആളുകൾക്കും ഇത് തന്നെ കാണുവാൻ സാധിക്കും. ഒരുപാട് സമയം കാളവണ്ടി ഇവിടെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ചോദ്യം വരും, എന്തിനാണ് അസ്വാഭാവികമായി ഗ്രാമത്തിന്റെ സമീപത്ത് അല്പദൂരെയായി ഈ കാളവണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ കാളവണ്ടി ഗ്രാമത്തിലേക്ക് വരാത്തത്? ഉറപ്പായും സംശയത്തിന്റെ കണികകൾ അവിടെ രൂപപ്പെടും. അത് ഞങ്ങളുടെ സെർച്ചിനെ തുരങ്കം ചെയ്യും. അത് കൃത്യമായി അറിയാവുന്ന ഡേവിസ് തൻ്റെ സുഹൃത്തായ കാളവണ്ടിക്കാരനോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, കാളവണ്ടി കുറച്ചുകൂടി പുറകോട്ട് കൊണ്ടുപോയി, അതായത് ഏകദേശം 50 അടി പുറകോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ചെറിയൊരു വളവുണ്ടെന്നും ആ വളവ് ഒരു വനവുമായി ആ കാളവണ്ടിയെ മറച്ചു വെക്കുമെന്നും കാളവണ്ടി അവിടെ എവിടെയെങ്കിലും ഓരത്ത് ഒതുക്കി കാളവണ്ടിയുടെ മുഖത്തിൽ നിന്നും കാളകളെ അഴിച്ച് അടുത്തുള്ള ഏതെങ്കിലും ഒരു മരത്തിൽ കെട്ടി നിങ്ങൾ അവിടെ വിശ്രമിക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വിളിക്കാം. കാളവണ്ടിയിൽ നിന്നും ഡേവിസും ഡേവിസിന്റെ ഒരു സുഹൃത്തും പുറത്തേക്ക് ഇറങ്ങി. കാളവണ്ടിക്കാരനെയും സുഹൃത്തിനെയും മറ്റൊരു വഴിക്കോട്ട് പറഞ്ഞു വിട്ടു. ഇപ്പോൾ അവരുടെ സംഘത്തിൽ ഡേവിസും ഡേവിസിന്റെ സുഹൃത്തും മാത്രം. കൂടെ വന്ന മറ്റൊരാൾ കാളവണ്ടിയുമായി കുറച്ചു മാറി, അതായത് ഗ്രാമത്തിൽ നിന്നും കൃത്യമായി പറഞ്ഞാൽ 250 അടി അകലെ മറഞ്ഞിരിക്കുന്നു. അയാൾ കാളകളെ അയച്ചു. അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിൽ കെട്ടിയിട്ടു. കാളവണ്ടി ഒതുക്കി അവിടെ ഉണ്ടായിരുന്ന മരത്തിന് പുറകിൽ പതുങ്ങിയിരുന്നു. ഡേവിസും ഡേവിസിന്റെ സുഹൃത്തും പതിയെ ഗ്രാമത്തിന്റെ അരികിലേക്ക് നടന്നെത്തി. തികഞ്ഞ നിശബ്ദതയിലായിരുന്നു ആ ഗ്രാമം അപ്പോൾ ഉണ്ടായിരുന്നത്. ഗ്രാമത്തിന്റെ പുറത്ത് ആരെയും അവർക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അതിന് കാരണം എന്താണെന്നും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ഗ്രാമത്തിൽ നിന്നും ആരെങ്കിലുമൊക്കെ പുറത്തേക്ക് വരുന്നത് കാത്ത് ഡേവിസും ഡേവിസിന്റെ കൂടെ വന്ന സുഹൃത്തും ഗ്രാമത്തിൽ നിന്നും കുറച്ച് അല്പം മാറി അവിടെ തന്നെയുള്ള വനത്തിന്റെ വലിയ മരങ്ങൾക്ക് പുറകിൽ പതുങ്ങിയിരുന്നു കൊണ്ട് ഗ്രാമത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചു.
സമയം പതിയെ പതിയെ മുന്നിലേക്ക് നീങ്ങി. 5:30 6:30 7 മണിയായി. ഗ്രാമം തികഞ്ഞ നിശബ്ദതയിലാണ്. ഡേവിസും തൻ്റെ കൂടെ വന്ന സുഹൃത്തും പരസ്പരം നോക്കി. എന്താണ് ഇവിടെ നടക്കുന്നത്? ഗ്രാമത്തിൽ നിന്നും ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ആരും അകത്തേക്ക് പോകുന്നുമില്ല. എല്ലാവരും ആ ഗ്രാമത്തിലെ കുടിലുകൾക്കുള്ളിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ 5 മണിയായപ്പോൾ ഇവിടെ എത്തിയതല്ലേ? ആ സമയം മുതൽ ആരും പുറത്തേക്ക് വരുന്നില്ല. എന്തെങ്കിലും പന്തികേടുണ്ടോ? ഡേവിസ് തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു. അതിനെപ്പറ്റി യാതൊന്നും അറിയില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടിയും. അല്പസമയം കൂടി കാത്തിരുന്നപ്പോൾ വലിയൊരു നിലവിളി കേട്ടു. ആ നിലവിളി കേട്ടത് ഗ്രാമത്തിൽ നിന്നും ആയിരുന്നില്ല. പകരം തൻ്റെ സുഹൃത്തിനോട് കാളകളുമായി കാത്തു നിൽക്കുവാൻ പറഞ്ഞ ആ പ്രദേശത്ത് നിന്നുമായിരുന്നു ആ വലിയ നിലവിളി ഉയർന്നു കേട്ടത്. അതിന് പിന്നാലെ കാളകളുടെ ഉച്ചത്തിലുള്ള കരച്ചിലും. എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഡേവിസിന് മനസ്സിലായില്ല. വളരെ വേഗം തന്നെ ഡേവിസ് അവിടേക്ക് പോകുവാൻ തുനിഞ്ഞു. ഡേവിസിന്റെ സുഹൃത്ത് അദ്ദേഹത്തെ തടഞ്ഞു. ഈ അലർച്ച നമ്മൾ കേട്ടതുപോലെ തന്നെ ഗ്രാമത്തിലെ ആളുകളും കേട്ട് കാണുവാൻ സാധ്യതയില്ലേ? അവർക്ക് നമ്മുടെ സാന്നിധ്യം മനസ്സിലായി കാണില്ലേ? ഇങ്ങനെ പല ചോദ്യങ്ങളും ആയിരുന്നു അവിടെ ഉയർന്നു കേട്ടത്. എന്തിനാണ് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചത്? അവൻ അറിയില്ലേ ഇതിന്റെ പ്രാധാന്യത്തെപ്പറ്റി? പതിയെ ഡേവിസും സംഘവും ഗ്രാമത്തിൽ ഒന്നുകൂടി നിരീക്ഷിച്ചു. അവിടെ നിന്നും ഒരു അനക്കവും ഉണ്ടായില്ല. ഡേവിസും സംഘവും പതിയെ തന്റെ കാളവണ്ടി കിടക്കുന്ന ഭാഗത്തേക്ക് നടന്നു നീങ്ങി. കാളവണ്ടിയുടെ അരികിലെത്തിയപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് വല്ലാതെ വരണ്ടു നിൽക്കുന്ന കാളകളെയും കാളവണ്ടിക്കരികിൽ തളം കെട്ടിക്കിടക്കുന്ന രക്തവുമായിരുന്നു. ഇനി അവിടുത്തെ പുല്ലുകളിലും മറ്റും രക്തത്തുള്ളിയും കാണാമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഒരു രക്തച്ചാൽ നീണ്ടുപോകുന്നുണ്ട്. ഈ രാത്രിയിൽ ഈ വനത്തിലൂടെ ആ ചാല് പിന്തുടർന്ന് പോകുവാനും സാധിക്കുകയില്ല. ഡേവിസിന് എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. റിങ്ടണിനോട് എന്ത് മനസമാധാനം പറയും? തൻ്റെ കൂടെ വന്ന ഒരു സഹപ്രവർത്തനെ നഷ്ടമായിരിക്കുന്നു. അവന് എന്താണ് സംഭവിച്ചത്? ഏത് ജീവിയാണ് അവനെ പിടിച്ചുകൊണ്ടു പോയത്? യാതൊന്നും അറിയുവാൻ അദ്ദേഹത്തിന് വഴിയില്ല. തൻ്റെ കൂടെ വന്ന സുഹൃത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാൻ വേണ്ടി ആ പാത പിന്തുടർന്നുകൊണ്ട് വനത്തിലേക്ക് പോകണമോ, അതോ ജമുനയെ തിരക്കി ആ ചെറിയ ഗ്രാമത്തിലേക്ക് പോകണമോ? ഒന്നും അറിയില്ല. എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഡേവിസിന് മനസ്സിലായതുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഗ്രാമത്തിൽ നിന്നും 2-3 പേർ ഇവിടേക്ക് നടന്നു വരുന്നതിന്റെ ശബ്ദം ഡേവിസ് കേട്ടത്. അപ്പോൾ തന്നെ ഡേവിസിന്റെ കാര്യം മനസ്സിലായി. ഈ വലിയ അലർച്ച അവരുടെ കാതുകൾ എത്തിയിരിക്കുന്നു. വളരെ വേഗം കാളവണ്ടിക്ക് മറവിലേക്കും ഒരു വലിയ മരത്തിന്റെ മറവിലേക്കും അവർ ഇരുവരും മറഞ്ഞു നിന്നു. ഗ്രാമത്തിൽ നിന്ന് വന്ന 3-4 പേരടങ്ങുന്ന സംഘം തീപ്പന്തങ്ങൾ കത്തിച്ചു വെച്ചുകൊണ്ട് സംഭവം കേട്ട, അതായത് അലർച്ച കേട്ട സ്ഥലത്തേക്ക് എത്തി. അവർ പറയുന്നത് കേൾക്കാമായിരുന്നു. നമ്മൾ വ്യക്തമായി കേട്ടതല്ലേ ഒരു മനുഷ്യന്റെ അലർച്ച? ഉറപ്പായും ആ ജീവി തന്നെ ആയിരിക്കും ഇതിന് കാരണം. ഏതോ ഒരു നിരപരാധിയെ അത് പിടിച്ചുകൊണ്ടുപോയി. എത്ര നാളുകൊണ്ട് നമ്മൾ ഈ ഗ്രാമത്തിൽ പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത്. ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ലല്ലോ. പതിയെ പതിയെ ആ സംഘം നടന്നുകൊണ്ട് ആ വളവ് തിരിഞ്ഞു. കാളവണ്ടി കണ്ടു. ദേ, ഒരു കാളവണ്ടി കിടക്കുന്നു. കാളകളെ മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു. ഈ അർദ്ധരാത്രിയിൽ ആരാണോ ഇതുവഴി കടന്നു വന്നത്? അവരെന്തുകൊണ്ടാണ് നമ്മുടെ ഗ്രാമത്തിലേക്ക് വരാഞ്ഞത്? എന്തിനാണ് കാളകളെ ഇവിടെ അഴിച്ചു കെട്ടി ഇവിടെ വിശ്രമിച്ചത്? രക്തപ്പാടുകളും അതെല്ലാം അവർ നിരീക്ഷിച്ചു. ആ സമയമായിരുന്നു വളരെ വേഗം ഡേവിസ് മരത്തിന് പിന്നിൽ നിന്നും ചാടി വന്നത്. തൻ്റെ അരയിൽ കരുതിയിരുന്ന റിവോൾവർ എടുക്കുകയും അവിടെ നിന്ന് ഒരുവന്റെ നെറ്റിയിലേക്ക് ചൂണ്ടുകയും ചെയ്തു. നിങ്ങളിനിയും അനങ്ങരുത്. നിങ്ങളിപ്പോൾ എൻ്റെ തോക്കിൻ കുഴലിന് മുന്നിലാണുള്ളത്. എന്തെങ്കിലും അനങ്ങുകയോ അല്ലെങ്കിൽ അഭ്യാസം കാണിക്കുകയോ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ലെഡിന്റെ തിരകൾ നിങ്ങളുടെ തലയോട്ടിയിലേക്ക് തുളച്ചു കയറും. ഇവിടെ കിടന്ന് മരിക്കും. 3നെയും ഞങ്ങൾ തീർത്ത് കളയും. നടക്കടാ ഗ്രാമത്തിലേക്ക്, നടക്ക. എവിടെയാടാ നിന്റെയൊക്കെ തലവന്റെ വീട്? ആ ജമുനയുടെ വീട് എവിടാടാ? കാണിച്ചതാടാ മര്യാദയ്ക്ക്. കാണിച്ചില്ല എങ്കിൽ ഇനിയും മറുപടി പറയുവാൻ പോകുന്നത് എൻ്റെ തോക്കായിരിക്കും. നടക്കടാ ഗ്രാമത്തിലേക്ക്, നടക്കടാ. ഡേവിസ് അവിടേക്ക് എത്തിയ ഗ്രാമീണർക്ക് നേരെ തൻ്റെ തോക്ക് ചൂണ്ടി. അവരെ 3 പേരെയും തോക്കിന് മുനയിൽ നിർത്തിക്കൊണ്ട് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. കൂടെ തോക്ക് ചൂണ്ടി തൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു. അങ്ങനെ പതിയെ പതിയെ അവരെയും കൊണ്ട് ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ഗ്രാമത്തിലെ ആളുകളെയെല്ലാം അവർ വിളിച്ചുണർത്തി, ബഹളം വെച്ചു. ഉണ്ടാതിരിക്കാനല്ലേ നിന്നോട് പറഞ്ഞു? ഇനിയും നീ ഇവിടെ കിടന്ന് കൂടുതൽ അഭ്യാസം കാണിച്ചാലുണ്ടല്ലോ, ഈ തോക്കങ്ങ് ശബ്ദിക്കും. ഇന്ത്യയൊക്കെ കരച്ചിലും ശബ്ദവും ഇവിടെ അവസാനിക്കും. ഡേവിസ് പറഞ്ഞു. എവിടാടാ ജമുനയുടെ വീട്? കാണിച്ചതാടാ. അങ്ങനെ പതിയെ അവരെയും കൊണ്ട് ജമുനയുടെ വീട്ടിലേക്ക് അവർ പോയി. ഇത് തന്നെയാണോടാ ജമുനയുടെ വീട്?
കള്ളമല്ലല്ലോ നീ പറയുന്നത്. കതക് തുറന്നു വരുന്നത് ജമുന അല്ലെങ്കിലായിരിക്കും നീയൊക്കെ അറിയാൻ പോകുന്നത് ഞാൻ ആരാണെന്ന്. ഡേവിസ് പതിയെ ആ വീടിന്റെ കതക് തട്ടി. വീണ്ടും വീണ്ടും തട്ടി. ആരും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ശക്തിയായി തന്റെ തോക്കിന്റെ പിടികൊണ്ട് ആ വാതിക്കൽ അടിച്ചു. അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു വൃദ്ധൻ വാതിൽ തുറന്ന് പുറത്തേക്കെത്തി. അയാളുടെ താടി നീട്ടി വളർത്തിയിരുന്നു. തലമുടിയും വളർത്തിയിരുന്നു. എല്ലും തോലും മാത്രമായിരുന്നു അയാളുടെ ശരീരം. ഡേവിസ് തന്റെ സുഹൃത്തിനെ ഒന്ന് നോക്കി. കണ്ണു മിഴിച്ചു. നമ്മൾ നോക്കി വന്ന ജമുന ഇവനാണ് എന്ന നോട്ടമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ വൃദ്ധനോട് ഡേവിസ് ചോദിച്ചു, തന്റെ പേരാണോടോ ജമുന? താനാണോടോ ജമുന? മാറി നിൽക്കടോ ഇങ്ങോട്ട്. അതെ അതെ സാഹിബ്, ഞാനാണ് ജമുന, ഞാനാണ് ജമുന. അവർക്ക് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. ജമുനയെ തോക്കിൻ മുന്നിലാക്കി പുറത്തേക്ക് നിർത്തി. ഡേവിസിന്റെ സുഹൃത്ത് ആ കുടിലിലേക്ക് കയറുകയും അവിടെ ഒരു തിരച്ചിൽ നടത്തുകയും ചെയ്തു. എന്നാൽ യാതൊന്നും കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. സുഹൃത്തിന് ദേഷ്യം വന്നു. അയാൾ പുറത്തേക്ക് വന്നു. ആ വൃദ്ധനോട് ചോദിച്ചു, എവിടെടാ നീ പിടിച്ചുകൊണ്ടുവന്ന മൃഗത്തിന്റെ തോലും മറ്റുമെല്ലാം? നിന്റെ പേര് തന്നെ ആണോടാ ജമുന? വൃദ്ധൻ മറുപടി പറഞ്ഞു, നിങ്ങൾ തിരഞ്ഞു വന്ന ജമുന ഞാനാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ ഗ്രാമത്തിലെ എല്ലാവരും എന്നെ വിളിക്കുന്നത് ജമുന എന്നാണ്. എങ്ങനെയാണ് ആ പേര് വന്നതെന്നല്ലേ സാർ ഇപ്പോൾ ചിന്തിക്കുന്നത്? വനത്തിലേക്ക് പണ്ട് കാലത്ത് വേട്ടയാടുവാൻ ഞാൻ പോകുമായിരുന്നു. ധാരാളം മൃഗങ്ങളെ ഞാൻ വേട്ടയാടി പിടികൂടിയിട്ടുണ്ട്. ഞാൻ വെക്കുന്ന കെണിയിൽ അകപ്പെടാത്ത മൃഗങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ എൻ്റെ കഴിവ് കണ്ടുകൊണ്ട് ഇവിടുത്തെ ആളുകൾ എന്നെ വിളിച്ച പേരാണ് ജമുന. നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്ന ജമുന ഞാനാണോ എന്നറിയില്ല. വർഷങ്ങളായി സാർ ഞാൻ ഈ കുടിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് വനത്തിലേക്ക് പോയിട്ട്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് മൃഗങ്ങളെ വേട്ടയാടുന്നത്? ഡേവിസിന് ദേഷ്യം വന്നു. തൻ്റെ കണ്ണുകൾ ചുവന്നു. നീയൊക്കെ എന്തുവാടാ, എന്നെ കുരങ്ങ് കളിപ്പിക്കുകയാണോ? ഡേവിസ് ഉച്ചത്തിൽ ചോദിച്ചു. അതിനുശേഷം ഗ്രാമത്തിലെ ആളുകൾക്ക് മുന്നിലേക്ക് തോക്കു ചൂണ്ടി മേലോട്ട് വെടിയുതിർത്തു. ഒരു തവണയല്ല, 2 തവണ ഡേവിസിന്റെ തോക്ക് ശബ്ദിച്ചു. അതും ഗ്രാമം തരിച്ചു നിൽക്കുന്ന രീതിയിൽ. വെടിയുടെ ശബ്ദം കേട്ടതും ഗ്രാമത്തിലെ ഒരു കുടിലിൽ നിന്നും 3-4 പേർ ഒരുമിച്ച് ഇറങ്ങി ഓടുന്നത് ഡേവിസ് ശ്രദ്ധിച്ചു. ഓടുന്നവരുടെ കൂട്ടത്തിലേക്ക് വീണ്ടും ഡേവിസ് നിറയൊഴിച്ചു. എന്നാൽ അവർ അപ്പോഴേക്കും ഓടി വനം കയറി കഴിഞ്ഞിരുന്നു. ഡേവിസിന്റെ സുഹൃത്ത് അവർ ഓടിയ കുടിലിലേക്ക് ഓടിച്ചെല്ലുകയും ആ കുടിലിന്റെ വാതിൽ ചവിട്ടി തുറക്കുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ ഡേവിസും തൻ്റെ സുഹൃത്തും ഞെട്ടിപ്പോയി. അതോടെ അവർക്കൊരു കാര്യം മനസ്സിലായി. അവർ നേരത്തെ തോക്ക് ചൂണ്ടി നിന്നത് ജമുന ആയിരുന്നില്ല. അവർ അന്വേഷിച്ച ജമുന അതായിരുന്നില്ല. ജമുനയും സംഘവും ഇപ്പോൾ ഇവിടെ നിന്നും വനം കയറി കഴിഞ്ഞിരിക്കുന്നു. റിങ്കണനോട് ഇനി എന്ത് മനസമാധാനം പറയും? കൂടെയുള്ള ഒരാളുടെ ജീവനും നഷ്ടമായിരിക്കുന്നു. ഡേവിസിന്റെ സുഹൃത്ത് വാതിൽക്കുള്ളിലൂടെ അകത്തേക്ക് കയറി. ധാരാളം പുലിത്തോലുകളും കടുവയുടെ തോലുകളും ആനക്കൊമ്പുകളും പുലിപ്പല്ലുകളും കടുവയുടെയും പുലികളുടെയും മറ്റ് അവയവങ്ങളുമെല്ലാം ആ കുടിലിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ അതെല്ലാം നോക്കി കുടിലിന് പുറത്തിറങ്ങിയപ്പോഴേക്കും ആ ഗ്രാമത്തിലെ എല്ലാവരും തന്നെ ആ കുടിലിന് മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. പെണ്ണുങ്ങളും കുട്ടികളും ഉൾപ്പെടെ. അവർ ഉച്ചത്തിൽ നിലവിളിക്കുവാനും കരയുവാനും തുടങ്ങിയിരുന്നു. ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ സാഹിബ്, ഞങ്ങളുടെ പുരുഷന്മാരെല്ലാം നിരപരാധികളാണ്. ഇത് ഞങ്ങളൊന്നും ചെയ്തതല്ല സാഹിബ്, ഞങ്ങളെ ഉപദ്രവിക്കരുതേ, ഞങ്ങളെ വെറുതെ വിടണേ എന്ന് പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞു. ഇവിടെ വെച്ച് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇത്രയും അധികം ആളുകളുണ്ട്, ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഡേവിസ് തൻ്റെ സുഹൃത്തിനെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോയാൽ നാളെ ആളുകളെയും കൂട്ടി ഇവിടേക്ക് മടങ്ങി എത്തുമ്പോഴേക്കും ഈ സാധനങ്ങളൊന്നും ഇവിടെ കാണില്ല. ഇവരെല്ലാം മാറ്റും. പിന്നെ യാതൊരു തെളിവുകളും നമുക്ക് ലഭിക്കുകയില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയത് എല്ലാം പാഴാണ്. നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ നിന്ന് ഒരുത്തനെ കൊണ്ടുപോകും. അവിടെ പോയി നമ്മുടെ കാളവണ്ടി റെഡിയാക്കി ഇങ്ങെടുത്തോണ്ട് വാ, ബാക്കി കാര്യം നമുക്ക് ചെയ്യാം. ഡേവിസിന്റെ സുഹൃത്ത് അവിടെ നിന്ന ഒരാളുടെ തലയിലേക്ക് തോക്ക് ചൂണ്ടി. അവനെയും വിളിച്ചുകൊണ്ട് മുന്നേ കാളവണ്ടി കിടന്ന ഭാഗത്തേക്ക് പോവുകയും കാളകളെ അവനെ കൊണ്ട് വലിച്ച് നുഖത്തിലേക്ക് കെട്ടിക്കുകയും അവനെ കൊണ്ട് കാളവണ്ടി തളിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് വരികയും ചെയ്തു. ഗ്രാമത്തിലേക്ക് എത്തിയ കാളവണ്ടിയിലേക്ക് ആ കുടിലിലെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുവാൻ അവിടുത്തെ ഗ്രാമത്തിലെ ആളുകളോട് പറഞ്ഞു. തോക്കിൻ കുടിലിൽ നിർത്തിക്കൊണ്ടാണ് ആ ഗ്രാമത്തിലെ ആളുകളെ കൊണ്ട് ആ സാധനങ്ങൾ അത്രയും കാളവണ്ടിയിലേക്ക് അവർ ലോഡ് ചെയ്ത് കയറ്റിയത്. അപ്പോഴേക്കും സമയം 9 മണി കഴിഞ്ഞിരുന്നു. കാളവണ്ടിയിലേക്ക് ഡേവിസും ആ സുഹൃത്തും കയറുകയും തോക്ക് മുകളിലേക്ക് ഉയർത്തി വെടിയുതിർക്കുകയും ചെയ്തു. കടന്നു പോടാ നിന്റെയൊക്കെ വീട്ടിലേക്ക്, ഇവിടെ ഒറ്റയൊരുത്തിനെ കാണരുത് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു.
വെടിപൊട്ടി അയാളുടെ ഒച്ചയും കേട്ടുകൊണ്ട് ഗ്രാമത്തിലെ ആളുകൾ ചിതറിയോടി. അവരുടെ കുടിലുകളിലേക്ക് കയറുകയും വാതിലടയ്ക്കുകയും ചെയ്തു. നിമിഷങ്ങൾ കൊണ്ട് ആ ഗ്രാമം നിശബ്ദമായി. വളരെ വേഗം ഡേവിസും സംഘവും ആ കാളവണ്ടി തെളിച്ചുകൊണ്ട് ഗ്രാമത്തിന്റെ പുറത്തേക്ക് കടന്നു പോകുന്ന പാതയിലൂടെ സഞ്ചരിച്ചു. ഇനിയും ഏതു നിമിഷവും തോക്കുധാരികളായ ജമുനയും സംഘവും നമ്മളെ പിന്തുടർന്നേക്കാം. ഗ്രാമത്തിന്റെ കവാടത്തിലെത്തിയതും ഡേവിസ് തന്റെ സുഹൃത്തിനോട് കാളവണ്ടി നിർത്തുവാൻ പറഞ്ഞു. കാളവണ്ടിയിൽ നിന്നും ഡേവിസ് ചാടി ഇറങ്ങുകയും ഗ്രാമത്തിന്റെ കവാടത്തിൽ നിർത്തിയിരുന്ന 2-3 കാളകളെ അഴിച്ചുവിടുകയും ചെയ്തു. അഴിച്ചുവിടുക മാത്രമല്ല, അതിന്റെ പുറത്തേക്ക് തന്റെ റൈഫിലിന്റെ പാത്തി കൊണ്ട് അടിക്കുക കൂടി ചെയ്തു. അടികൊണ്ട കാളകൾ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവനെ പോലെ എവിടേക്കെന്നില്ലാതെ ഓടിയകന്നു. അങ്ങനെ ചെയ്തില്ല എങ്കിൽ വനമിറങ്ങി വരുന്ന ജമുനയുടെ ആ വലിയ കൊള്ള സംഘത്തിന് തങ്ങളെ വളരെ വേഗം പിന്തുടരുവാനും പിടിക്കുവാനും സാധിക്കും. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് കരുതിയാണ് ഡേവിസ് അങ്ങനെ ചെയ്തത്. ഡേവിസും സംഘവും യാത്ര തുടർന്നു. ആ വലിയ വനത്തിലൂടെയുള്ള യാത്ര ദുർഘടമായിരുന്നു. ഡേവിസ് പറഞ്ഞു, ആ കുടിലേക്ക് കയറിയപ്പോൾ എന്ത് നാറ്റമായിരുന്നു. മൃഗത്തിന്റെ മാംസത്തിന്റെ ഗന്ധം, ചീഞ്ഞ ഗന്ധം സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. ഈ ചെറിയ മഴ നനയുമ്പം ഈ തോളിൽ നിന്നും വരുന്ന ഗന്ധം ആ മനം മടിപ്പിക്കുന്ന ഗന്ധത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇതെല്ലാം സഹിച്ചു പിടിച്ചായാലും നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ നമ്മുടെ ക്യാമ്പിലേക്ക്. ഇതില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ റിണ്ടണിനോട് എന്തും മനസമാധാനം പറയും നമ്മൾ. വളരെ വേഗം ആ കാളവണ്ടി വനപാതയിലൂടെ കുതിച്ചു പാഞ്ഞു. ഉരുളൻകല്ലുകളിൽ പലപ്പോഴും തട്ടി കാളവണ്ടി ആടി ഉലഞ്ഞു. പല പ്രാവശ്യവും കാളവണ്ടി മറിഞ്ഞു വീണേക്കാം എന്ന സ്ഥിതിയിൽ വരെയായി. പോകുന്ന വഴിയിലെ കാടുകളും കാട്ടുചോലകളും അവർ വളരെ വേഗം തന്നെ മുറിച്ചു കടന്നു. കാളവണ്ടി മുന്നിലേക്ക് കുതിച്ചു പായുകയാണ്. അങ്ങനെ ഗ്രാമം കടന്ന് ഏകദേശം 2 മൈലുകൾ കടന്നു. ഇനിയും 1 മൈലുകൾ കൂടി കടന്നു കഴിഞ്ഞാൽ വനം കഴിഞ്ഞു കിട്ടും. ആശ്വാസ നിമിഷങ്ങളായിരുന്നു അവർക്ക് ഇരുവർക്കും ഉണ്ടായിരുന്നത്. കഷ്ടകാലം വീണ്ടും അവരെ പിടികൂടി. പോകുന്ന വഴിയിലുണ്ടായിരുന്ന വലിയൊരു അരുവി ഇനിയും മുറിച്ചു കടക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ പെയ്ത മഴയിൽ ഒഴുക്ക് ശക്തിയായി കൂടിയിരുന്നു. പതിയെ അവർ കാളവണ്ടി സൂക്ഷിച്ച് ആ ചെറിയ അരുവിയിലൂടെ മുന്നിലേക്ക് നയിച്ചു. കഷ്ടകാലത്തിന് അവരുടെ കാളവണ്ടിയുടെ ചക്രങ്ങൾ ആ നദിയിലെ ചെളിയിൽ താന്നു. പിന്നെ അതിനെ നയിച്ചുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുപോകുവാൻ അവർക്ക് സാധിച്ചില്ല. ഒരുപാട് നേരം അവർ ആ ചക്രങ്ങൾ പുറത്തെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു. എന്നാൽ ഒന്നും നടന്നില്ല. കാളകളെ അവരുടെ വടികൾ കൊണ്ടടിച്ചു. പക്ഷേ കാളകൾക്ക് ആ ചക്രങ്ങൾ ആ താന്ന ചെളിയിൽ നിന്നും വലിച്ചൂരിയെടുക്കുവാൻ സാധിച്ചില്ല. പതിയെ ഡേവിസും സംഘവും പുറത്തേക്കിറങ്ങി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ഏത് സമയവും ആ കൊള്ളസംഘം ഇവിടേക്ക് എത്തും. നമ്മൾ കഷ്ടപ്പെട്ട് പിടികൂടിയ ഇതെല്ലാം അവർ തട്ടിയെടുത്തു കൊണ്ടുപോകും. നമ്മളുടെ കഷ്ടപ്പാടിന് യാതൊരു ഫലവും കിട്ടത്തുമില്ല. എന്ത് ചെയ്യണമെന്ന് അവർ ചിന്തിച്ചു. ഇനിയും ഒരു വഴി മാത്രമേ ഉള്ളൂ. ലഫ്റ്റനന്റ് ഡേവിസ് പറഞ്ഞു. എന്ത് വഴിയാണ് സാർ? എന്ത് വഴിയാണ്? നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഈ കാളവണ്ടിക്ക് കാവൽ നിൽക്കണം. മറ്റൊരാൾ ഈ വനപാത വഴി ധൈര്യത്തോടെ നടന്ന് നമ്മുടെ ക്യാമ്പിലേക്ക് പോകണം. നമ്മുടെ ക്യാമ്പിൽ ഈ വിവരം അറിയിക്കണം. കുറച്ചാളുകളെയും കൂട്ടി ഇവിടേക്ക് മടങ്ങിയെത്തണം. ഒരു കാര്യം ചെയ്യും, നീ ഈ കാളവണ്ടിക്ക് ഇന്ന് രാത്രിയിൽ കാവലിരി. ഞാൻ വളരെ വേഗം തന്നെ നമ്മുടെ ക്യാമ്പിലേക്ക് പോകുകയും ആവുന്നത്ര വേഗത്തിൽ ഇവിടേക്ക് മടങ്ങിയെത്തുകയും ചെയ്യാം. ഡേവിസ് അയാളോട് പറഞ്ഞു. സാർ, ഞാൻ ഒറ്റയ്ക്ക് ഈ കാളവണ്ടിയിൽ എങ്ങനെ സംരക്ഷിക്കാനാണ് ഞാൻ ഈ കാളവണ്ടിയെ? മൃഗങ്ങളുടെ വനമാണ്. ഈ മൃഗങ്ങളുടെ ശല്യം വേറെ, ഇത് കൊള്ളയടിക്കുവാൻ വരുന്ന കൊള്ളക്കാരുടെ ശല്യം വേറെ. ഞാൻ എങ്ങനെ സംരക്ഷിച്ച് നിർത്തും ഈ കാളവണ്ടിയും എന്നെയും? ഡേവിസ് അപ്പോൾ അവനോട് പറഞ്ഞു. ഡേവിസിന്റെ റൈഫിൾ എടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. ആ നീർച്ചാല് മുറിച്ചു കടന്നു. ആ നീർച്ചാലിന് മറുകരയിലുള്ള ആ വലിയ മരത്തിലേക്ക് കയറിയിരിക്കുവാൻ ഡേവിസ് പറഞ്ഞു. നീ ആ വലിയ മരത്തിന്റെ ചില്ലയിലേക്ക് കയറിയിരി, മറഞ്ഞിരി. അതിന് ചുവട്ടിലേക്ക് ഡേവിസ് ആ കാളകളെ കൊണ്ട് കെട്ടി. പുലിയാ വരുന്നെങ്കിൽ നിന്നെ ആക്രമിക്കുന്നതിന് പകരം ഈ കാളകളെ അവൻ ആക്രമിച്ചോളൂ. അത് ഭക്ഷിച്ചിട്ട് അവൻ അങ്ങ് പൊക്കോളും. അതും പറ്റിയില്ല എങ്കിൽ ഈ മരത്തിൽ കെട്ടിയിരിക്കുന്ന ഈ കാളകളെ ആക്രമിക്കുന്ന സമയത്ത് നിനക്ക് ആ പുലിയെ വെടിവെച്ച് കൊല്ലാൻ പറ്റും. ഇനിയും കൊള്ളക്കാരാണ് ഇവിടേക്ക് കടന്നു വരുന്നതെങ്കിൽ നീ നോക്ക്, നിന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് 2-3 വെടിവെച്ചിട്ട് 2-3 താഴേക്ക് മറിഞ്ഞു വീഴുമ്പം ബാക്കിയുള്ളവർ ഓടിക്കോളും. തൻ്റെ സുഹൃത്തിന് വേണ്ടത്ര ആത്മവിശ്വാസം ഡേവിസ് നൽകി. അങ്ങനെ പറഞ്ഞ പ്രകാരം ഡേവിസ് തൻ്റെ സുഹൃത്തിനെ ആ വലിയ മരത്തിൻ്റെ വലിയ കൊമ്പിലേക്ക് കയറ്റിയിരുത്തി. കാളകളെ കൊണ്ടുവന്ന് ആ മരത്തിലേക്ക് കെട്ടിയിട്ടു. തൻ്റെ കൈവശമുണ്ടായിരുന്ന റൈഫിൽ
അദ്ദേഹത്തിന് നൽകി, കുറച്ച് തിരകളും. അതിനുശേഷം തൻ്റെ സുഹൃത്തിനോട് വളരെ വേഗം മടങ്ങിയെത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഡേവിസ് തൻ്റെ ക്യാമ്പ് ലക്ഷ്യമാക്കി ഓടി. നടക്കുകയായിരുന്നില്ല, അയാൾ ഓടുകയായിരുന്നു ചെയ്തിരുന്നത്. കാരണം ഇനിയും അയാൾക്ക് താണ്ടേണ്ടിയിരുന്നത് 6 മൈലോളമായിരുന്നു. സമയം അപ്പോഴേക്കും 10 മണി കഴിഞ്ഞിരുന്നു. കൃത്യമായി പറഞ്ഞാൽ അയാൾ ഏകദേശം 2-2:30 മണി ആയതോടെ ക്യാമ്പിൽ എത്തിച്ചേർന്നു. ഓടി തളർന്ന് ക്ഷീണിച്ച് കിതച്ചുകൊണ്ടാണ് അയാൾ ക്യാമ്പിൽ എത്തിച്ചേർന്നത്. കാളകൾ അവരെയും കൊണ്ട് ഗ്രാമത്തിലേക്ക് പോയതിനേക്കാൾ വേഗത്തിലാണ് ഡേവിസ് ഓടി കിതച്ചുകൊണ്ട് തങ്ങളുടെ ക്യാമ്പിൽ എത്തിച്ചേർന്നത്. ശ്വാസം എടുക്കുവാൻ പോലും ആ സമയം അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സമയമെടുത്തു അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസം ഒന്ന് നിയന്ത്രണ വിധേയമാക്കുവാൻ വേണ്ടി. അതിനുശേഷം അയാൾ കേണലിനെ വിളിച്ചുണർത്തുകയും അവിടെ നടന്ന സംഭവങ്ങൾ പറയുകയും ചെയ്തു. റിൻഡൺ എടുത്തു ചോദിച്ചു, അപ്പോൾ ഒരു കാഷ്വാലിറ്റി ഉണ്ടായോ? താങ്കളുടെ കൂടെ വന്ന അവൻ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഇവിടേക്ക് മടങ്ങിയെത്തുമ്പോൾ അതിനുള്ള മറുപടിയും എനിക്ക് തരേണ്ടതായി വരും. നിങ്ങൾക്കിപ്പോൾ എത്ര പേരെയാണ് ആവശ്യമുള്ളത്? റിൻഡൺ ചോദിച്ചു. ഡേവിസ് പറഞ്ഞു, എനിക്കൊരു 10-15 പേരെയെങ്കിലും ആവശ്യമുണ്ട് അവിടേക്ക് പോകുവാൻ. അവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഇത്രയും പേരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ കീഴ്പ്പെടുത്തി അവരെ എല്ലാം പിടിച്ചുകൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. അത്രയും പേരെയൊന്നും വിട്ടു നൽകാൻ ഇപ്പം ഒരു നിർവാഹവുമില്ല. കാരണം കുറച്ചുപേരെ വീണ്ടും നമ്മൾ ഗുജറാത്തിലേക്ക് വിടുകയാണ്. ആളെ തന്നെ അവിടേക്ക് വിടണമെന്നാണ് എനിക്ക് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ നൽകാൻ പറ്റുന്നത് ഒരു 4 പേരെ മാത്രമാണ്. അതിൽ കൂടുതൽ ആളുകളെ ഒന്നും വിട്ടു നൽകുവാൻ യാതൊരു നിർവാഹവുമില്ല. ഡേവിസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 4 പേരും ആയുധധാരികളായിരിക്കണം. അല്ലെങ്കിൽ അത്രയും വലിയ സംഘത്തോട് ഞങ്ങൾക്ക് പൊരുതി നിൽക്കുവാൻ സാധിക്കുകയില്ല. കേണൽ സമ്മതം നൽകി. കേണൽ 4 പേരെയും ഡേവിസിന് വിട്ടുകൊടുത്തു. ഡേവിസും സംഘവും ക്യാമ്പിൽ നിന്നും പുറത്തേക്കെത്തി. അവിടെ കെട്ടിയിരുന്ന കുതിരകളുടെ പുറത്തേറിയാണ് അവിടേക്ക് പോകുവാൻ അവർ തീരുമാനിച്ചത്. കാരണം കാളവണ്ടിയിലോ കുതിര വണ്ടിയിലോ പോയി കഴിഞ്ഞാൽ വേണ്ടത്ര വേഗത്തിൽ അവിടേക്ക് എത്താൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ ക്യാമ്പിന് പുറത്തുണ്ടായിരുന്ന 5 കുതിരകളെ എടുത്തുകൊണ്ട് അവർ വളരെ വേഗം തന്നെ സംഭവം നടന്ന സ്ഥലത്തേക്ക് പാഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ ആ സ്ഥലത്തേക്കാണ്. ആ സംഭവം നടന്ന ആ സ്ഥലത്തേക്ക്, ഡേവിസിന്റെ ആ സുഹൃത്തിരിക്കുന്ന ആ മരത്തിന്റെ അരികിലേക്ക്. ആ വലിയ മരത്തിൽ ആ ചെറിയ ചാറ്റമഴ നനഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ റൈഫിൾ കൈ പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. അക്ഷമനായി തൻ്റെ സുഹൃത്ത് അവിടെ കടന്നു വരുന്നതും കാത്താണ് അയാൾ ഇരിക്കുന്നത്. ചുറ്റുപാടും വിശദമായി നോക്കുന്നുണ്ട്. അവിടെ സംഭവിക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും അയാൾ വീക്ഷിക്കുന്നുണ്ട്. അയാൾക്ക് ഇപ്പോൾ കൃത്യമായി കാണാൻ കഴിഞ്ഞു. തൻ്റെ കാളകളെ കെട്ടിയിരിക്കുന്ന മരത്തിൻ്റെ അരികിലുണ്ടായിരുന്ന ആ കുറ്റിക്കാട്ടിനുള്ളിൽ ഒരു ചെറിയ അനക്കം. ഏതോ ഒരു മൃഗം ആ കുറ്റിക്കാടിനുള്ളിൽ പതുങ്ങിയിരിക്കുന്നതായി അയാൾ അറിഞ്ഞു. തൻ്റെ കണ്ണും കാതും അവിടേക്ക് കേന്ദ്രീകരിച്ചു. തൻ്റെ റൈഫിൽ ആ കുറ്റിക്കാടിലേക്ക് അയാൾ ചൂണ്ടി. അപ്പോഴേക്കും സമയം ഏകദേശം 4-4:30 ആയി കഴിഞ്ഞിരുന്നു. അയാളുടെ മനസ്സിലേക്ക് ഭയം ഇരച്ചു കയറി വരുന്നുണ്ട്. അങ്ങനെ ഭയം അയാളുടെ മനസ്സിലേക്ക് നിറയാൻ തുടങ്ങിയ സമയത്ത് അയാൾക്ക് ആശ്വാസം വിരിച്ചുകൊണ്ട് അയാൾ വ്യക്തമായി തന്നെ അത് കേട്ടു. കുറച്ച് കുതിരകളുടെ കാലടി ശബ്ദവും കരച്ചിലും. അയാൾ മന്ത്രിച്ചു, അതെ, ലഫ്റ്റനന്റ് ഡേവിസ് വരുന്നുണ്ട്. തൻ്റെ സംഘവുമായി അയാൾ വാക്കു പാലിച്ചിരിക്കുന്നു. തൻ്റെ കുതിരകളെ അതിവേഗം പായിച്ചുകൊണ്ട് ഡേവിസ് സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അതായത് അരുവിയുടെ അരികിലേക്ക്. 5 കുതിരകളും അവിടെ വന്നു നിന്നു. ഡേവിസ് തൻ്റെ കുതിരയിൽ നിന്നും താഴേക്കിറങ്ങുകയും ഞാണ് വലിച്ച് ഒരു മരത്തിലേക്ക് കെട്ടുകയും ചെയ്തു. തൻ്റെ സുഹൃത്തിനെ അയാൾ പതിയെ മരത്തിൽ നിന്നും താഴേക്കിറക്കി ആലിംഗനം ചെയ്തു. തൻ്റെ കൂടെ എത്തിയ പട്ടാളക്കാരിൽ ഒരാളെ കൂടി തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ അവിടെ നിർത്തി. ആ കാളവണ്ടി അവരെല്ലാവരും കൂടി ഒരുമിച്ച് വലിച്ച് കുതിരകളുടെ എല്ലാം സഹായത്തോടെ ആ അരുവിയിൽ നിന്നും പുറത്തെടുക്കുകയും ആ കരയിലേക്ക് കയറ്റി നിർത്തുകയും ചെയ്തു. എന്നിട്ട് ഡേവിസ് പറഞ്ഞു, നമുക്ക് ഇനിയും ഇന്നത്തെ ദിവസം മുഴുവൻ ബാക്കിയുണ്ട്. ജമുനയെ കൂടെ പിടിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തിനെ നഷ്ടമായത് എവിടെയാണെന്നും അദ്ദേഹത്തിന് എന്താണ് പറ്റിയതെന്നും എനിക്കറിയണം. എനിക്ക് മാത്രമല്ല, നമ്മുടെ കേണലിനും അറിയണം. അത് അന്വേഷിക്കുവാൻ വേണ്ടി ഞാൻ പോവുകയാണ്, ഡേവിസ് അവരോട് പറഞ്ഞു. അപ്പോഴേക്കും ആ ചാറ്റമഴ അവസാനിച്ചു. എങ്കിലും ഇരുട്ട് അകന്നു പോയിരുന്നില്ല. അവർ കുതിരമേൽ കൊണ്ടുവന്ന ആ ചെറിയ ടെൻ്റ് എടുത്ത് അടുത്ത് സ്ഥാപിച്ചു. കുറച്ച് മരക്കഷ്ണങ്ങളും മറ്റും ഇട്ട് അവർ ചെറുതായി തീ കത്തിച്ചു. തീ കാഞ്ഞുകൊണ്ട് ആ ടെൻറ്റിൻ്റെ ചുവട്ടിൽ അങ്ങനെ ഇരുന്നു. സൂര്യൻ ഉദിക്കുന്നത് കാത്ത് 5-5:30-6 മണി ആയപ്പോഴേക്കും കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചുയരുവാൻ തുടങ്ങി. എങ്കിലും കാർമേഘങ്ങൾ ആ സൂര്യനെ മറച്ചിരുന്നു. നല്ലപോലെ പ്രകാശം കടന്നു വരുവാൻ വേണ്ടി 8 മണി വരെയും അവർക്ക്
താൽക്കാലികമായി കെട്ടിയ ടെന്റിൽ ഇരിക്കേണ്ടതായി വന്നു. നല്ല വെളിച്ചം വന്നതിന് ശേഷം ഡേവിസും അദ്ദേഹത്തിന്റെ കൂടെ 3 പേരുമായി നേരത്തെ തന്റെ സുഹൃത്തിനെ നഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകുവാനും അവിടെ നിന്ന് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുവാനും തീരുമാനിച്ചു. ഒരു പട്ടാളക്കാരനെയും തന്റെ സുഹൃത്തിനെയും ആ കാളവണ്ടിക്ക് കാവൽ നിർത്തി. അതുപോലെ തന്നെ 5 കുതിരകളെയും ആ മരത്തിൽ വലിച്ചു കെട്ടിയിരുന്നു. റൈഫിലുകളെല്ലാം എടുത്തുകൊണ്ട് അവർ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം ആ ഗ്രാമത്തിൽ നിന്നും ഏകദേശം 250 അടി മാറിയുള്ള സംഭവം നടന്ന ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്നും വീണ്ടും അവർ നടന്ന് വനത്തിനുള്ളിലേക്ക് പോയി. ആ ചെറിയ ചാറ്റൽ മഴയിൽ ട്രാക്കുകൾ ഒട്ടുമിക്കതും മാഞ്ഞു കഴിഞ്ഞിരുന്നു. എങ്കിലും ഇലകളുടെ അടിഭാഗത്തും മറ്റും പറ്റിയ രക്തത്തിന്റെ ട്രാക്കുകൾ പിന്തുടർന്നുകൊണ്ട് ആ സംഘം മണിക്കൂറുകൾ കൊണ്ട് ആ വനമാകെ അരിച്ചു പെറുക്കി തൻ്റെ സുഹൃത്തിന് വേണ്ടി അന്വേഷിച്ചു. ഒന്നെങ്കിൽ ഒരു കടുവയായിരിക്കും അയാളെ പിടിച്ചുകൊണ്ട് പോയത്. വലിച്ചിഴച്ചുകൊണ്ട് ഏതെങ്കിലും കുറ്റിക്കാടിനുള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന് ചുവട്ടിലോ കൊണ്ടിട്ടിരിക്കുകയായിരിക്കാം. ഇപ്പോൾ ആഹരിച്ച് കാണും. ജീവൻ അവശേഷിക്കുന്നുണ്ടായിരിക്കുകയില്ല. അവൻ്റെ ശരീരമെങ്കിലും തിരിച്ചെടുത്തുകൊണ്ട് പോകുവാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. ഈ ചിന്തകളായിരുന്നു ഡേവിസിനുണ്ടായിരുന്നത്. തൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എങ്കിലും കൂടെ വന്നവർ കാണാതിരിക്കുവാൻ അയാൾ ശ്രദ്ധിച്ചു. തൻ്റെ റൈഫിൾ തോളിൽ ഏന്തിക്കൊണ്ട് ആ വനത്തിലൂടെ ആ ചെറിയ ചെറിയ ട്രാക്കുകൾ പിന്തുടർന്നുകൊണ്ട് മണിക്കൂറുകൾ നീണ്ടു നിന്ന തിരച്ചിൽ. കുറ്റിക്കാടുകൾ വകച്ചു മാറ്റിയും വള്ളിപ്പിടർപ്പുകളുടെ ഇടയിലൂടെയും എല്ലാം അയാൾ മുന്നിലേക്ക് നടന്നു നീങ്ങി. മുന്നിൽ വന്ന തടസ്സങ്ങൾ അത്രയും വെട്ടിമാറ്റി പതിയെ പതിയെ അയാൾ നടന്നു. അല്പസമയം മുന്നിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ അയാൾ കണ്ടു ആ ചെളി നിറഞ്ഞ സ്ഥലത്തു കൂടി എന്തിനെയോ വലിച്ചിഴച്ചു കൊണ്ടുപോയ പാട്. ഭാരമുള്ള എന്തിനെയോ ആണ് വലിച്ചിഴച്ചു കൊണ്ടുപോയത്. ഇത്രയും ദൂരം അവർ നടന്നു വന്നത് കൃത്യമായ ആ ട്രാക്ക് പിന്തുടർന്നുകൊണ്ട് തന്നെയാണെന്ന് അതോടെ അവർക്ക് ബോധ്യപ്പെട്ടു. ആ ചെറിയ വലിച്ചിഴച്ച പാട് പിന്തുടർന്നുകൊണ്ട് അവർ വീണ്ടും മുന്നിലേക്ക് നടന്നു നീങ്ങി. ഉടനെ അത് വീണ്ടും അപ്രതീക്ഷിതമായി പുല്ലുകൾ നിറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ആ പുല്ലുകൾ സസൂക്ഷ്മം അവർ പരിശോധിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ അവർ മുന്നിലേക്ക് നീങ്ങി. മണിക്കൂറുകളോളം അവർ ചെലവഴിച്ചു. തൻ്റെ കൂടെ വന്ന ആളുകളും താനും നന്നേ ക്ഷീണിച്ചു. വെള്ളമോ ആഹാരമോ ഒന്നും കഴിച്ചിട്ടില്ല. വിശപ്പും ക്ഷീണവും ഡേവിസിനെ വല്ലാതെ തളർത്തി. അയാൾ എന്നിട്ടും തൻ്റെ സുഹൃത്തിനെ അന്വേഷിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു നീങ്ങി. അങ്ങനെ പതിയെ പതിയെ നടന്നു നീങ്ങിയപ്പോൾ അങ്ങ് അകലെയായി ഒരു വലിയൊരു മരം കണ്ടു. ഡേവിസ് പറഞ്ഞു, നമുക്ക് അല്പസമയം ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയി വിശ്രമിക്കാം. അതിനുശേഷം തിരച്ചിൽ മുന്നിലേക്ക് കൊണ്ടുപോകാം. കുറച്ച് സമയം വിശ്രമിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. അത് മതി. അവൻ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഞാൻ തിരിച്ച് ക്യാമ്പിലേക്കില്ല, ഡേവിസ് പറഞ്ഞു. അങ്ങനെ ആ മരത്തിൻ്റെ അരികിലേക്ക് നടന്ന് നടന്ന് നീങ്ങുന്തോറും അവർക്ക് ഒരു കാഴ്ച കാണുവാൻ സാധിച്ചു. ആ മരത്തിൻ്റെ ചുവട്ടിൽ തളം കെട്ടിക്കിടക്കുന്ന രക്തമായിരുന്നു അത്. അത് എവിടെ നിന്നുമാണ് വന്നതെന്ന് അറിയില്ല. ഒരു കാര്യം അറിയാം, ഒന്നുകിൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ തൻ്റെ സുഹൃത്തിനെ ആ ഇര കൊണ്ടിട്ടിരുന്നു കുറേ സമയം. പിന്നീടായിരിക്കാം അവിടെ നിന്നും വലിച്ചിടിച്ചു കൊണ്ടുപോയത്. ചാറ്റമഴ പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും എന്തോ ഒന്നും മരത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. ആ ഇറ്റു വീഴുന്നതിന് ചുവന്ന നിറമായിരുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പതിയെ പതിയെ ആ മരത്തിൻ്റെ അരികിലേക്ക് അവർ നടന്നു. മരത്തിൻ്റെ അരികിലേക്ക് അവർ എത്തും തോറും മരത്തിൻ്റെ വലിപ്പവും വല്ലാതെ കൂടുന്നതായി അവർ കണ്ടു. മരത്തിന് താഴെ എത്തിയപ്പോഴേക്കും അതൊരു മനുഷ്യന്റെ രക്തമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. രക്തത്തിന്റെ ഗന്ധം അവിടെയാകെ വീശിയടിക്കുന്നുണ്ടായിരുന്നു. പതിയെ അവർ മരത്തിന്റെ മുകളിലേക്ക് നോക്കി. മരത്തിന്റെ ഇലച്ചാർത്തുകൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ആ ശാഖയിൽ ഒന്നിൽ മനുഷ്യന്റെ കാലുകൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. അവിടെ നിന്നും രക്തം താഴേക്ക് ഇറ്റിറ്റ് വീഴുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ ഡേവിസിന് മനസ്സിലായി തൻ്റെ സുഹൃത്താണ്. ജീവൻ അവശേഷിക്കുന്നില്ല. ഇതിന് കാരണം ഒരു പുലിയാണ്. ഒരിക്കലും ഒരു കടുവയ്ക്ക് ഇത്രയും വലിയ മരത്തിലേക്ക് ഇരയെ കടിച്ചു പിടിച്ചുകൊണ്ട് വലിഞ്ഞു കയറുവാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. കൂടെ ഉണ്ടായിരുന്നവരോട് ആ മരത്തിലേക്ക് കയറുവാനും ആ ചില്ലയിൽ നിന്നും തൻ്റെ സുഹൃത്തിനെ താഴേക്ക് ഇറക്കുവാനും പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർ തൻ്റെ റൈഫിലുകളെല്ലാം താഴെ വെച്ചതിന് ശേഷം പതിയെ ആ മരത്തിലേക്ക് വലിഞ്ഞു കയറി. ചില്ലയിൽ തൂക്കിയിട്ടിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ പതിയെ നിലത്തേക്ക് ഇറക്കി. കഴുത്ത് കടിച്ചു മുറിച്ച അവസ്ഥയിലായിരുന്നു. മറ്റൊരു പാടോ മുറിപ്പാടോ അല്ലെങ്കിൽ മാംസം കടിച്ചെടുത്ത പാടോ ഒന്നും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. തൻ്റെ സുഹൃത്തിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. മലക്കെ തുറന്നിരുന്ന തൻ്റെ സുഹൃത്തിന്റെ കണ്ണുകൾ ഡേവിസ് അടച്ചു. ഡേവിസ് പറഞ്ഞു, ഇവന്റെ മരണത്തിന് കാരണക്കാരനായ ആ നരഭോജിയായ പുലിയെ
ഞാൻ കൊന്നിരിക്കും. എന്നാൽ ഇപ്പോൾ നമ്മൾക്ക് മുന്നിൽ സമയമില്ല, സമയപരിധികളുണ്ട്. അധികം വൈകാതെ തന്നെ ഞാൻ ഇവിടേക്ക് മടങ്ങിയെത്തും. തൻ്റെ സുഹൃത്തിൻ്റെ ശരീരം എടുത്തുയർത്തിക്കൊണ്ട് ആ സംഘം പതിയെ തങ്ങളുടെ കാളവണ്ടി കടന്ന ഭാഗം ലക്ഷ്യമാക്കി നടക്കുവാൻ തുടങ്ങി. കാടും മേടും മലകളും അരുവികളും താണ്ടിക്കൊണ്ട് അവർ ലക്ഷ്യസ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു. ഏകദേശം 10-12 മണിയോടെയാണ് കാളവണ്ടി കടന്ന ഭാഗത്തേക്ക് ആ ശരീരം ചുവന്നുകൊണ്ട് അവർ എത്തിയത്. അവിടെ എത്തിയപ്പോഴേക്കും അവർക്ക് കാണുവാൻ സാധിച്ചത് തങ്ങളുടെ കുതിരകൾ വല്ലാതെ അസ്വസ്ഥമാകുന്നതും തൻ്റെ സുഹൃത്തും കൂടെയുണ്ടായിരുന്ന പട്ടാളക്കാരനും വലിയ മരങ്ങൾക്കും മറവിൽ മറഞ്ഞിരുന്നു കൊണ്ട് റൈഫിൽ എങ്ങോട്ടോ ചൂണ്ടുന്ന കാഴ്ചയുമായിരുന്നു. അവർ അവിടേക്ക് ചുവന്നുകൊണ്ടുവന്ന തൻ്റെ സുഹൃത്തിൻ്റെ ശരീരം നിലത്തേക്ക് ഭദ്രമായി വയ്ക്കുകയും തങ്ങളുടെ റൈഫിലുകൾ റീലോഡ് ചെയ്ത് സേഫ്റ്റി ക്യാപ്പുകൾ റിമൂവ് ചെയ്ത് അവർ എവിടേക്കാണോ, തങ്ങളുടെ സുഹൃത്തുക്കൾ എവിടേക്കാണോ തോക്ക് ചൂണ്ടി നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് ചൂണ്ടി മുന്നിലേക്ക് നടക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ഒന്നിനെയും അവർക്ക് കാണുവാൻ സാധിച്ചില്ല. എന്താ എന്ന് അവർ കൈകൊണ്ട് കാണിച്ചു. പോച്ചർമാർ എന്ന് മാത്രമാണ് അവർ മറുപടി നൽകിയത്. അതെ, അവിടേക്ക് ആ കൊള്ളക്കാർ എത്തിയിരിക്കുന്നു. അവരുടെ ലക്ഷ്യം ആ കാളവണ്ടിയിലുള്ള സാധനങ്ങളാണ്. അത്രയും വിലമതിക്കാനാകാത്ത കൊള്ള വസ്തുക്കളാണ് ആ കാളവണ്ടിയിലുള്ളത്. നിരവധി ആനക്കൊമ്പുകളും പുലിത്തോലുകളും പുലിപ്പല്ലുകളും കടുവയുടെ തോലുകളുമെല്ലാമാണ് അതിലുള്ളത്. അതിൻ്റെ ഭാരം കാരണമാണ് കാളവണ്ടിയുടെ ആ ചക്രങ്ങൾ ആ ചെളിയിലേക്ക് താഴ്ന്നത്. അവർ എത്ര പേരുണ്ടെന്ന് ഞാൻ ചോദിച്ചു. എന്നാൽ അറിയില്ല എന്നായിരുന്നു അവിടെ നിന്നും വന്ന ഉത്തരം. ഞങ്ങൾ പതിയെ മുന്നിലേക്ക് നടന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച്, അതായത് ഞങ്ങൾ 6 പേരും ഒരുമിച്ച് പതുക്കെ അവരുണ്ട് എന്ന് കരുതപ്പെടുന്ന ആ സ്ഥലം ലക്ഷ്യമാക്കി മുന്നിലേക്ക് നടന്ന് നീങ്ങി. മരത്തിൻ്റെ മറവുകൾ പറ്റി ഞങ്ങൾ അവിടേക്ക് നോക്കുന്നുണ്ടായിരുന്നു. രംഗം വീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നിലേക്ക് നടക്കുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഒരു വലിയ ഗുഹയുടെ കവാടത്തിൽ എത്തിച്ചേർന്നു. ഗുഹയ്ക്കുള്ളിൽ അവർ മറഞ്ഞിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പതിയെ ഞങ്ങൾ തോക്കുകൾ ചൂണ്ടിക്കൊണ്ട് ആ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഞങ്ങളെ അവർ കെണിയിൽപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ എപ്പോഴാണോ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചത് അപ്പോൾ തന്നെ 10 പേരടങ്ങുന്ന ആ പോച്ചർ സംഘം ഗുഹാ കവാടത്തിന് മുന്നിൽ വളഞ്ഞു. അവർ ഉച്ചത്തിൽ അട്ടഹസിക്കുവാനും തോക്കുകൾ ഗുഹയിലേക്ക് ചൂണ്ടുവാനും തുടങ്ങി. ഞങ്ങൾക്ക് ഗുഹയ്ക്കുള്ളിൽ എവിടെയും മറഞ്ഞിരിക്കുവാൻ യാതൊരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. അവർ വിരിച്ച കെണിയിലേക്ക് ഞങ്ങൾ വന്നു വീഴുകയായിരുന്നു. അവർ തുടരെ ഗുഹയിലേക്ക് വെടിതുരുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ 6 പേരും ഈ ഗുഹയിൽ കിടന്ന് ചാകുമെന്ന് ഉറപ്പാണ്. അവരുടെ കയ്യിലെ ആയുധങ്ങളൊന്നും ഞങ്ങൾ മുന്നേ കണ്ടിട്ടില്ല. ഇത്രയധികം ആയുധങ്ങൾ അവരുടെ കൈവശം ഉണ്ട് എന്ന് പോലും ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. എല്ലാവരുടെ കയ്യിലും റൈഫലുകൾ ഉണ്ടായിരുന്നു, അതും നാടൻ തോക്കുകൾ. ഞങ്ങളുടെ പതിയെ അവർ ഗുഹയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുവാൻ പറഞ്ഞു. തോക്കുകൾ താഴെ ഇടുവാനും കൈകൾ തലയ്ക്ക് പിന്നിലേക്ക് കെട്ടുവാനും അവർ ആവശ്യപ്പെട്ടു. അവരുടെ തലവൻ ഗുഹയുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. നല്ല ഉറച്ച ശരീരവും നല്ല കട്ടിമീശയും കട്ടി താടിയുമുള്ള ആളായിരുന്നു ജമുന. അയാൾ അട്ടഹസിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഞാനാണ് ജമുന. നിങ്ങൾ അന്വേഷിച്ച് ആ ഗ്രാമത്തിൽ വന്നില്ലേ, അയാളാണ് ഞാൻ. എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗ്രാമത്തിൻ്റെ അതിർത്തി വിട്ട് പുറത്തു പോകുവാൻ കഴിയുമെന്ന് വിചാരിച്ചു? ഈ കാട് മുഴുവൻ എൻ്റേതാണ്. ഈ കാട് എൻ്റേത് മാത്രമാണ്. ഈ കാട് എൻ്റെ സുഹൃത്താണ്. ഇതിലെ എല്ലാം എൻ്റേതും മാത്രമാണ്. അങ്ങനെയുള്ള ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച എൻ്റെ സമ്പാദ്യങ്ങൾ എടുത്തുകൊണ്ട് ഈ വനം മുറിച്ചു കടന്നുകൊണ്ട് പോകാമെന്ന് നിങ്ങൾ കരുതിയോ? നിങ്ങൾ എന്തൊരു മണ്ടരാണ്. പതിയെ പുറത്തേക്ക് ഇറങ്ങി വാ. നിങ്ങൾക്ക് ഞാൻ നൽകുവാൻ പോകുന്നത് മരണശിക്ഷയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അയാളുടെ അരയിൽ കരുതിയിരുന്ന, നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ ആനക്കൊമ്പുകൊണ്ട് നിർമ്മിച്ച വെളുത്ത നിറത്തിലുള്ള തടിയുടെ പിടിയോടുകൂടിയ ഒരു കത്തി പുറത്തേക്കെടുത്തു. മരിക്കുമെന്ന് തീർച്ചയാണ്. പതിയെ ഞങ്ങൾ ഗുഹയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. ഞങ്ങളെ രക്ഷിക്കുവാൻ ഇവിടേക്ക് ആരെങ്കിലുമൊക്കെ വരുമെന്നും ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങളെ കൊന്നുകഴിഞ്ഞാൽ ആ ഗ്രാമം പൂർണ്ണമായും ഈസ്റ്റ് ഇന്ത്യൻ പട്ടാളക്കാർ ചുട്ടുകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ധൈര്യത്തിലാണ് ഞങ്ങൾ പുറത്തേക്ക് വരുവാൻ തീരുമാനിച്ചത്. അത് അവരോട് വിളിച്ചു പറയുകയും ചെയ്തു. ഞങ്ങൾ ജീവനോടെ തിരികെ ക്യാമ്പിൽ എത്തിയില്ല എങ്കിൽ വലിയൊരു സേനാ സംഘം നിങ്ങളുടെ ഗ്രാമവും ഈ വനവും വളയുമെന്നും മൊത്തം ചുട്ട് ചാമ്പലാക്കുമെന്നും ഞാൻ ഭീഷണിപ്പെടുത്തി. എന്നാൽ അയാൾ ചിരിക്കുക മാത്രമാണ് ചെയ്തത്.
പതിയെ ഞങ്ങൾ മുന്നിലേക്ക് നടന്നു വരുവാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് പിന്നിൽ നിന്നും ഉച്ചത്തിൽ വലിയ ഗർജനങ്ങൾ ഉയർന്നു കേട്ടു. കുടുന്നനെ ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു കടുവ ജമുനയുടെ പുറകിലൂടെ ചാടി അയാളുടെ കഴുത്തിലേക്ക് കടിച്ചു. ഒപ്പം 3 കടുവകൾ കൂടി ഉണ്ടായിരുന്നു. കടുവകളുടെ ഗർജനങ്ങൾ അവിടെ മാറി മാറി ഉയർന്നു കേട്ടു. ജമുനയുടെ കഴുത്ത് ആ കടുവ കടിച്ചു മുറിച്ചു. അയാളെ കുടഞ്ഞു ദൂരേക്ക് എറിഞ്ഞു. അത്രയും വലിയൊരു കടുവയെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഞങ്ങൾ ഭയന്ന് വിറച്ചു. വളരെ വേഗം ഞങ്ങളുടെ റൈഫിലുകൾ എടുത്ത് കയ്യിൽ വെച്ചു. ഒപ്പം 3 കടുവകൾ കൂടി ഉണ്ടായിരുന്നു. അതിന് ഏകദേശം 8 മാസത്തോളം പ്രായമുണ്ടായിരുന്നു. അവിടെ പിന്നെ കേട്ടത് അലർച്ചി വിളികളും നിലവിളികളും ഒക്കെ ആയിരുന്നു. ആ കടുവകൾ ജമുനയെ കൊന്നിരിക്കുന്നു. അതിൻ്റെ കൂടെ മറ്റ് 3-4 പേരും മരിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവർ ജീവൻ കൈപ്പിടിച്ചുകൊണ്ട് ദൂരേക്ക് ഓടിയകന്നിരിക്കുന്നു. അവർക്ക് പിന്നാലെ ആ കടുവയും. വളരെ വേഗം തന്നെ ഞങ്ങൾ ഗുഹയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുകയും ഞങ്ങളുടെ കാളവണ്ടി കിടക്കുന്ന ഭാഗം ലക്ഷ്യമാക്കി പോകുകയും ചെയ്തു. ഞങ്ങൾ കടന്നിരുന്നത് ആ കടുവകളുടെ ഗുഹയ്ക്കുള്ളിലായിരുന്നു. ആ കടുവകളും കുട്ടികളും താമസിച്ചിരുന്നത് ഈ ഗുഹയിലായിരിക്കാം. മനുഷ്യൻ ഇവിടേക്ക് കൈയേറിയപ്പോൾ അവർ ആക്രമണം അഴിച്ചുവിട്ടതായിരിക്കാം. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. കാട് ആരുടെയും ശത്രുവല്ല, അതുപോലെ ആരുടെയും മിത്രവുമല്ല. കാട്ടിലെ രാജാവ് കാട്ടിലെ മൃഗങ്ങൾ തന്നെയാണ്. അവിടുത്തെ പ്രജകളും കാട്ടിലെ മൃഗങ്ങൾ തന്നെയാണ്, അല്ലാതെ മനുഷ്യനല്ല. ഒട്ടും സമയം പാഴാക്കാതെ ഗുഹയ്ക്ക് പുറത്തേക്ക് എത്തുകയും അവിടെ ആകെ ചുറ്റും നോക്കുകയും ചെയ്തു. കടുവകളെ കാണാനുണ്ടായിരുന്നില്ല. അവിടേക്ക് എത്തിയ മറ്റാളുകളെ പിന്തുടർന്നുകൊണ്ട് അവർ അവരെ തുരത്തി ഓടിച്ചുകൊണ്ട് പോയിരിക്കാം. അവിടെ നിലത്ത് ചത്തു കിടന്നിരുന്ന ജമുനയുടെ ശരീരവും തൂക്കിയെടുത്തുകൊണ്ട് ഞങ്ങൾ കാളവണ്ടി കിടന്ന സ്ഥലത്തേക്ക് പോയി. എൻ്റെ സുഹൃത്തിൻ്റെ ജീവനില്ലാത്ത ശരീരവും ജമുനയുടെ ജഡവും എടുത്തുകൊണ്ട് കാളവണ്ടിയിൽ കിടത്തി. അപ്പോഴേക്കും ഞങ്ങൾക്ക് പിന്നിലായി ആ കടുവകളുടെ ഉഗ്രമായ ഗർജനങ്ങൾ ഉയർന്നു കേട്ടു. അവയെ ഭയപ്പെടുത്തുവാൻ വേണ്ടി അവ ഗർജിച്ച സ്ഥലം ലക്ഷ്യമാക്കി ഞങ്ങൾ തുടരെ തുടരെ നിറയൊഴിച്ചു. അവയെ കൊല്ലണമെന്ന യാതൊരു ഉദ്ദേശവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവ വരുന്നത് കാത്തിരിക്കുവാനുമുള്ള സമയം ഞങ്ങൾക്കില്ല. വെടിയുടെ ഒച്ചകൾ കാടിനെ പ്രകമ്പനം കൊള്ളിച്ചു. കടുവകൾ ഗർജിച്ചുകൊണ്ട് ദൂരേക്ക് അലറി ഓടി. ആ തിരിയുടെ ശബ്ദങ്ങൾ ആ കടുവകളെ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. അവ ദൂരേക്ക് ഓടിയിരിക്കാം. ഞങ്ങൾ കുതിരകളെ അഴിക്കുകയും ക്യാമ്പ് ലക്ഷ്യമാക്കി പതുക്കെ സഞ്ചരിക്കുകയും ചെയ്തു. വൈകുന്നേരമായപ്പോഴേക്കുമാണ് ഞങ്ങൾ ക്യാമ്പിൽ എത്തിച്ചേർന്നത്. ക്യാമ്പിൽ എത്തിച്ചേരുമ്പോൾ ഞങ്ങളെ പ്രതീക്ഷിച്ച് കേണൽ ഹാരി റിങ്ടൺ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആ കാളവണ്ടിയും ആ 2 ജീവനില്ലാത്ത ശരീരങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പതിയെ വിഷമത്തോടെ തന്നെ എൻ്റെ ക്യാമ്പിലെ എൻ്റെ മുറിയിലേക്ക് നടന്നു നീങ്ങി. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.